ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഒരു ഫുൾ വ്ളോഗ് ഇടുന്നത്. സോ ഇത് ഞാൻ ഷൂട്ട് ചെയ്യുന്നത് എന്താ വെച്ചാൽ എപ്പോഴാന്ന് വെച്ചാൽ സംക്രാന്തി ആണ് നാളെ. അപ്പോൾ സംക്രാന്തിക്ക് നിങ്ങൾ എന്താ പറയാന്നുള്ളത് കമന്റിൽ അറിയിക്കുക. അതുപോലെ തന്നെ കർക്കിടകം 1 അതിനെയാണ് ഞങ്ങൾ സംക്രാന്തി ആയിട്ട് ആഘോഷിക്കുന്നത്. അപ്പോൾ സംക്രാന്തി ഉള്ള സമയത്ത് നമ്മൾ മൈലാഞ്ചി നല്ല അരച്ച് വെച്ച മൈലാഞ്ചി നമ്മൾ യൂസ് ചെയ്യും കയ്യിൽ വെക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ചിക്കനും അതുപോലെ തന്നെ എന്താ ദോശ അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ വീട്ടിൽ വെക്കും. അതുപോലെ നമ്മൾ പിതൃക്കൾ മരിച്ചുപോയവർക്കൊക്കെ വെച്ചു കൊടുക്കണ ഒരു ദിവസം കൂടിയാണ് സംക്രാന്തി. സോ ഞാൻ ഞാൻ എന്താ പറഞ്ഞ വീട്ടില് ചേച്ചിയുള്ള ടൈമിലൊക്കെ നമ്മൾ ചെറുപ്പത്തിലായാലും വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ വളർന്നുകൊണ്ട് നമ്മൾ അതിനോട് ഇങ്ങനെ ആക്കില്ല. ബട്ട് നമ്മൾ ആ ഒരു ട്രഡീഷൻ വിടാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് മൈലാഞ്ചി വലിക്കാൻ പോവാണ്. അപ്പോ കാണിച്ചു തരാം. ഓക്കെ, ഞാൻ രാത്രി ഒറ്റയ്ക്കാണ് പോണത്. ഇല്ല, നമ്മുടെ അടുത്ത് തന്നെയാണ്. അപ്പൊ നമുക്ക് സംക്രാന്തി തലേ ദിവസത്തെ വ്ളോഗാണ്. അപ്പോൾ എന്റെ വീഡിയോ ആദ്യമായിട്ട് നിങ്ങൾ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് കാണാം. ഓക്കെ, ഞാൻ ഇവിടെ പോയിക്കൊണ്ടിരിക്കണേ. പ്രേതവും ആദ്യം ഒന്നുമില്ല, അതുകൊണ്ട് ഒറ്റയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാത്രിയായി. ഞാൻ ഇങ്ങനെ മടിച്ചിരുന്നു കൊണ്ടാണ് ഇപ്പൊ ഈ രാത്രി ആയത്. എന്നാ പിന്നെ നമുക്ക് പോയി വലിച്ചിട്ട് വരാന്നുള്ളത് ഒരു അനുസരിച്ചിട്ടാണ് ഞാൻ വന്നത്. ബട്ട് ഇപ്പൊ ആരും അങ്ങനെ മൈലാഞ്ചി ഇവിടെ വലിക്കാറില്ല. അവരൊക്കെ എല്ലാവരും മറ്റേ എന്താണ് സംഭവം, കോണൊക്കെയാണ് അവർ യൂസ് ചെയ്യുന്നത്. എൻ്റെ കോശു എൻ്റെ കൂടെ വരുന്നുണ്ട്. നോക്കാം, പാമ്പൊന്നും ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു. ഇതാണ് പ്ലേസ്. ഓ, കുറെ പേര് വലിച്ചിട്ടൊക്കെ പോയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഒന്നും കാണാനില്ല, ഞങ്ങൾക്ക് സ്വല്പം മതി. അതിലും എല്ലാം വലിച്ചിരിക്കണേ. എന്തെന്നത്? ഓക്കെ, നമുക്കിതാ ഇതൊക്കെയാണ് മൈലാഞ്ചി ചെടി എന്ന് ഞാൻ ഇത് മൈലാഞ്ചി അല്ലേ? മൈലാഞ്ചി അല്ലേ? പോടാ കോശു. എന്റെ നായ എന്റെ കൂടെ വന്നിട്ട് ഇവൻ വഴി പോണ വള്ളികളൊക്കെ പിടിക്കും. ഹലോ ഗൈസ്, അപ്പൊ എനിക്ക് ഇതൊക്കെ കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞു. ആൾക്കാരൊക്കെ വലിച്ചിട്ട് പോയി. അപ്പൊ നമുക്ക് ഉള്ളത് വലിച്ചിട്ട് പോകാം. ഓക്കെ, ഉള്ളത് വലിച്ചിട്ട് പോകാം, വേറെ വഴിയില്ല. സോ ഗായ്സ്, നമ്മുടെ അങ്ങനെ എല്ലാം ഫ്ലോപ്പായി. എന്ന് വെച്ചാൽ അവിടുത്തെ ഞാൻ വലിക്കില്ല എന്ന് വിചാരിച്ചു, പക്ഷെ എല്ലാവരും വലിച്ചിട്ട് പോയി. പിന്നെ എനിക്ക് ഈ മൈലാഞ്ചി കൊണ്ട് എന്താണെന്ന് എനിക്ക് കണ്ടിട്ട് അറിയണില്ല. അതുകൊണ്ട് ഞാൻ വീട്ടിൽ പോണു. എനിക്കേറെ പണിയില്ല. അയ്യോ ചേച്ചി, അയ്യോ ഞാൻ ആരും ഉണ്ടാവില്ല വേണ്ട വന്നു. പക്ഷേ ഇത് മൈലാഞ്ചി ചെടിയൊന്നും അല്ല, ഏതോ ഒരു ചെടിനെ വെച്ചിട്ട് വന്നിട്ടുണ്ട്. ഇത് മൈലാഞ്ചി ചെടിയൊന്നും അല്ല. അവസാനമാണ് എനിക്ക് മനസ്സിലായത് മൈലാഞ്ചി ഒന്നും ഇല്ലാന്ന്. അപ്പൊ നമുക്ക് വീട്ടിൽ പോവാം, അതേ നടക്കും. അപ്പൊ നമുക്ക് വീട്ടിൽ പോവാ. സപ്പോസ് നമുക്ക് എന്താ വെച്ചാ നമ്മൾ വേറെ എവിടെയൊക്കെ ഉണ്ടാവും, വേറെ എവിടെയൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. അപ്പൊ നമുക്ക് അച്ഛനോട് പെർമിഷൻ ചോദിക്കണം. എന്റെ ഡാഡി എന്റെ കൂടെ വരികയാണ്, നമുക്കത് ബ്ലോക്ക് ഇടാനില്ല. എന്ന് വെച്ചാൽ എന്ത് ബ്ലോക്കായി. ഞാൻ മൈലാഞ്ചി ഒന്നും ഇട്ടിട്ട് പോയില്ല. അയ്യോ, നോക്കാം അച്ഛൻ സമ്മതിക്കും നോക്കാം. ഓക്കെ, നമുക്ക് അതിന്റെ റിയാക്ഷൻ നോക്കാം. അമ്മയോടെ അച്ഛാ അമ്മയോടെ അമ്മ അവിടെ. ഞാൻ മൈലാഞ്ചി വലിക്കാൻ പോയി, നോക്കുമ്പോ മൈലാഞ്ചി ഉണ്ടോന്ന്. അവിടെ വലിക്കാൻ പോയതാണ്. പക്ഷെ ഇല്ല. ഇത് മൈലാഞ്ചി തന്നെയാണിത്. ചെടിനെ വലിച്ചിരിക്കണേ. മൈലാഞ്ചി മൈലാഞ്ചിയാണത്. മൈലാഞ്ചി അറിയില്ല, ചെറുതും അറിയില്ല. അവൻ മൈലാഞ്ചി വലിക്കാൻ പോട്ടെ. ചെറിയ ചെറിയ മറ്റിവിടെ ഉണ്ട്, ഓൾ സൈഡിലും കണ്ടു. കൊറേ പേര് വെച്ചിട്ട് പോകണ്ടായിരുന്നു. വലിച്ചിക്കട്ടെ. സോ ഗായ്സ്, നമ്മൾ വലിക്കാൻ പോവാ. അച്ഛാ വലിക്കാൻ പോവാ. അപ്പൊ നമ്മള് രാത്രി അച്ഛനെയും കൂട്ടിയിട്ട് മൈലേജ് വലിക്കാൻ പോവാണ്. ഇതൊക്കെ വട്ടി കേസ് നിങ്ങൾ വിചാരിക്കും, പക്ഷെ അല്ല. ഒരു ദിവസം അയ്യോ എൻ്റെ അച്ഛൻ സമ്മതിക്കില്ല, പക്ഷെ ഞാൻ വീഡിയോ എടുക്കണ്ടായിരുന്നു, അതുകൊണ്ട് അവർ സമ്മതിച്ചു. ഓക്കെ, എന്തോ കാണിച്ചോട്ടെ പറഞ്ഞിട്ട് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് കാണാം. ഓക്കെ, ഡാഡി കൂൾ കുറച്ച് സീനാണ് ഗൈസ്. കോശു നീ വരണ്ടടാ, ഞങ്ങളൂടെ വരണ്ടടാ കോശു. ഹലോ,
എന്റെ ഈ കോശുവിന് 15 വയസ്സ്. എന്ത്? അപ്പൊ ഗൈസ് നമ്മൾ ഇന്ന് മറ്റേ മൈലാഞ്ചി ഇരിക്കാൻ വേണ്ടി പോവാണ്. വാ. ഗൈസ് അങ്ങനെ നമ്മൾ ഇതാ അവിടെ മൈലാഞ്ചി കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കിത് പറിക്കാം. ഓക്കെ. നമ്മൾ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ബാഗ് ഫുള്ളായി. പക്ഷെ എല്ലാവരും നോക്കുന്നുണ്ട്. മതി ചേച്ചാ വെറുതെ ഗേറ്റ് മതി. ഉത്തരവുള്ളത് മതി. നമ്മളാകെ 2 പേരേ ഉള്ളൂ. ഇത്ര മതിയല്ലോ. കൈ മുള്ളു കുത്തണ്ട. മതി മതി പോവാ. മതി. കൈ മുള്ളു കുത്തണ്ട. കുത്തിയാ മുള്ളു. അപ്പൊ ഗൈസ് മിഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. അപ്പൊ നമുക്കിനി വീട്ടിൽ പോകാം. നമ്മുടെ പണി കഴിഞ്ഞു. അപ്പൊ നമുക്ക് വീട്ടിൽ പോകാം. ഓക്കെ. പക്ഷെ എല്ലാവരും എന്നെ നോക്കണ്ട്. പക്ഷേ കാര്യമില്ല. ഗായ്സ് നമ്മൾ നമ്മളുടെ സാധനം എടുത്തിട്ടുണ്ട്. കുറച്ചേ വെക്കത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ കുറച്ച് മേടിച്ചിട്ടുള്ളൂ. അത് നമുക്ക് അരിക്കണം. ഇത് നമ്മൾ മിക്സിയിൽ അരിക്കാൻ പറ്റുമോ നമ്മൾ ചോദിച്ചിട്ട്. ഓക്കെ. കറക്റ്റ് പോയി കറണ്ട്. അമ്മ ഇതാ നമ്മ അങ്ങനെ അരിക്കും. മിക്സിയിൽ തന്നെ അരിക്കണം അല്ലേ? ഓക്കെ നമുക്ക് മിക്സിയിൽ അരിക്കാം. ബട്ട് നമ്മുടെ KCB നമ്മൾ ചതിച്ചു ഗൈസ്. കറക്റ്റ് ഇടത്ത് വീണ്ടും എടുക്കണം. കറക്റ്റ് ഇത് ഓഫായി. അപ്പൊ നമ്മൾക്കിനി മറ്റേ കറണ്ട് വന്നിട്ട് വേണം നമുക്ക് ചെയ്യാൻ. അപ്പൊ തൽക്കാലം അവിടെ ഇരിക്കട്ടെ. അർജന്റീന. ഗൈസ് നിങ്ങൾ ഇന്നലത്തെ സെമി ഫൈനൽസ് കണ്ടിരുന്നത്? ഞാനൊക്കെ അർജന്റീന ഫാനാണ്. അതുകൊണ്ട് എനിക്ക് സന്തോഷം കൊണ്ട് ഇരിക്കാൻ പറ്റിയില്ല. ഞാൻ ഇന്ന് ഉത്സാഹത്തോടെ തുള്ളിച്ചാടുകയായിരുന്നു. പക്ഷെ ഞാൻ ഒറ്റയ്ക്കായിരുന്നു എൻജോയ് ചെയ്തെന്നുള്ളതാണ് ഒരു എനിക്ക് സങ്കടമുള്ള കാര്യം. കാരണം എന്താ വെച്ചാൽ എൻ്റെ വീട്ടിലാരും എന്താ പറയാ അത്ര ഫുട്ബോളിനെ പറ്റിയിട്ട് പ്രത്യേകിച്ച് അവർക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. അപ്പൊ ഞാൻ മാത്രമായിരുന്നു ഇരുന്ന് കണ്ടത്. അത് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് കണ്ടു. കത്താനും വഴിയില്ല, മുഴുങ്ങാനും വഴിയില്ല. സന്തോഷം കൊണ്ട് പറയില്ലാണ്ട് എനിക്കൊന്നും ചെയ്യാൻ വഴിയില്ല. കാരണം എന്താ വെച്ചാൽ കത്തി അച്ചത്ത് ചീത്ത പറയും. എന്താ പറയാ ഇത് നടക്കുന്ന ഫുള്ള് 12:30 കഴിയുമ്പോ തന്നെ നമ്മൾ 2:30 ആയല്ലോ അല്ലേ? അപ്പോ എനിക്ക് ഇപ്പോഴുണ്ട്. ബട്ട് നമുക്കിനി ഫൈനൽസ് കാണാം. അപ്പൊ ഫൈനൽസ് ആരടിക്കുന്നുള്ളത് നിങ്ങൾ കമന്റിൽ അറിയിക്കുക. എൻ്റെ ഒരു വിശ്വാസത്തിൽ നമ്മൾ അർജന്റീന തന്നെ കഴിഞ്ഞ വേൾഡ് കപ്പ് അടിച്ച പോലെ തന്നെ അടിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് അടിക്കണം എന്നാണ് എൻ്റെ ഒരു താല്പര്യം. ഓക്കെ. അപ്പൊ ആരടിക്കും എന്നുള്ളത് കമന്റിൽ അറിയിക്കും. ഓക്കെ. നമുക്ക് ഇനി കറണ്ട് വന്നിട്ട് നമുക്ക് മൈലേജ് വെക്കാം. ഓക്കെ ഗായ്സ് നമ്മൾ ഇപ്പോ കറണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ സാധനങ്ങൾ അരക്കേണ്ട സമയം ആയി. അപ്പൊ നമ്മൾ എടുത്തു തരാം. ഇപ്പോഴാണ് കറണ്ട് വന്നത്. ഇത് അരക്കാം. മിക്സിയിൽ അരിയോ എനിക്കറിയില്ല. അമ്മ മിക്സിയിൽ അരിയോ ഇത്? ശരി മിക്സിയിൽ അരക്കാം. ഒരു തലവേദന. ഇതൊരു ആൾക്കാരില്ലാത്തതുകൊണ്ട് നമ്മുടെ അംഗസംഖ്യ കുറഞ്ഞുകൊണ്ടും ഒരു എന്താ പറയാ ഒരു ഉത്സാഹം ഇല്ല എല്ലാ പരിപാടിക്കും. പിന്നെ ഞാൻ വന്നിട്ട് കഴിച്ച സാധനങ്ങളാണ്
കോഫി ആൻഡ് എന്താണ് ഇത് മുഴുവൻ കഴിച്ചിട്ടില്ല. ഇത് കളഞ്ഞില്ല, പക്ഷെ എൻ്റെ അമ്മ എന്നെ ഇടിച്ച് സാമ്പാർ. അതുകൊണ്ട് നമുക്ക് എടുത്തു മാറ്റാം. എന്താ 1 മണിക്ക് 2 മണി പറയില്ലേ, അത് എന്നെ തന്നെ ഞാൻ പറയണം. കാരണം വെച്ചാൽ ഞാൻ മടിച്ചാണ്, നല്ല മടിച്ചാണ്. അപ്പൊ ഒന്നിന്റെ മേലെ ഒന്ന് വെച്ച് അത് താഴെ പോന്ന്. ഇപ്പൊ എനിക്കിപ്പോ എത്ര മണി? ഇതൊക്കെ ഇനി വാരിയിടണ്ടേ. ഓക്കെ, നല്ല റെഡി ആക്കിട്ട് വിളിക്കാം. ഓക്കെ, അപ്പൊ ഗായ്സ് നമുക്കിത് ഉണ്ടാക്കാം. എനിക്ക് മടിയിട്ട് ഉറക്കൊക്കെ ആയിരുന്നു. നോക്കാം, ഞാൻ ഇവിടെ ഒരു വട്ടം മാത്രം ആയിക്കും. നോക്കാം, റെഡിയാക്കാം. അപ്പൊ ഗായ്സ് നമുക്ക് ഈ ഒരു കുഞ്ഞ് പേരുതാ ജാറ്, കുഞ്ഞ് ജാറിക്കകത്താണ് ഇത് ഇടേണ്ടത്. ഈ കമ്പൊക്കെ എടുത്ത് മാറ്റണം, മാറ്റിയിട്ട് വേണം നമ്മളിവിടെ. എത്ര ആൾക്കാർ ഇനിയും മൈലാഞ്ചി വെക്കേണ്ടതെന്ന് എനിക്ക് അറിയില്ല. ബിക്കോസ് എല്ലാവരും ഇപ്പൊ കോണിൽക്ക് മാറി. ബട്ട് നമുക്ക് ഇതൊക്കെ ഞാൻ വെക്കില്ലാണ്ട് ഇരുന്നാണ്. പക്ഷെ നമ്മളായിട്ടൊരു ട്രഡീഷണൽ കളയണ്ട, ഉള്ളപ്പോ വെക്കാം വിചാരിച്ചു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ മൈലാഞ്ചി കാണിച്ചാ. ഇതാ മൈലാഞ്ചി ചെടി. പക്ഷെ ഞാൻ അപ്പഴേ വെച്ചിട്ട് വന്നത് എന്തോ ഒരു ചെടിയാണ്. അപ്പൊ നമുക്കിത് അരക്കാം, വെള്ളം ഒഴിച്ചിട്ട് അരക്കാം. നമുക്ക് അരക്കാം. വീട്ടിൽ തടുക്കാൻ ഉപയോഗിക്കില്ല. നമ്മൾ ഇതിന്റെ കൂടെ കുറച്ചൊരു ചെറിയൊരു പുളി കൂടെ ആഡ് ചെയ്ത് വേണം, കുറച്ചും കൂടെ നമുക്ക് കളർ വരുന്നാണ് എന്റെ മമ്മി പറഞ്ഞത്. ഓക്കെ, പിന്നെ നമ്മളിത് ഇടുന്ന ടൈമില് ഇങ്ങനത്തെ കമ്പൊക്കെ വലിച്ചു കളഞ്ഞിട്ട് ഇലകൾ മാത്രം ഇടാൻ പാടുള്ളൂ. അണ്ടർസ്റ്റാൻഡ്? കുറച്ചും കൂടെ വെള്ളം വേണം നമുക്ക്. വേണ മതിയാ, കുറച്ചും കൂടെ വേണം. സോ ഗൈസ്, ഇതാണ് ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇതാണ് നമ്മളുടെ ഇപ്പൊ റെഡി ആയിട്ടുള്ളത്. അപ്പൊ നമുക്കിനി എന്ത് ചെയ്യണം? ഇതൊക്കെ നമുക്ക് വെക്കണം. ഞാൻ ഫുഡൊക്കെ കഴിച്ചു. അപ്പൊ നമുക്ക് ഇതൊക്കെ ഇനി ഒരു പാത്രത്തിലാക്കിയിട്ട് വേണം. നമുക്ക് ഇതൊക്കെ ഒന്ന് കഴുകി വെച്ചില്ലെങ്കിൽ എൻ്റെ അമ്മ നല്ല രീതിക്ക് കിട്ടും. അപ്പൊ നമുക്ക് ഇത് ചെയ്തിട്ട് വരാം. ഓക്കെ, അമ്മ അവിടെ ദോശക്ക് ഇടുകയാണ്. നാളേക്ക് ദോശ വേണമല്ലോ, അതുകൊണ്ട് ദോശക്ക് ഇടുകയാണ്. അപ്പൊ നിങ്ങൾക്ക് എന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ? കേൾക്കണം. ഓക്കെ, നമ്മള് ഇതാണ് നമ്മുടെ ഒരു കൺസിസ്റ്റൻസി ആയിട്ടുള്ള പരിപാടി. ഇതാ ഇങ്ങനെ ഇരിക്കണം നമ്മുടെ മൈലാഞ്ചി. ഇതിൽ നമ്മൾ എത്ര എടുക്കും ഒന്നും അറിയില്ല, ഞാൻ കുറച്ചേ വെക്കുള്ളൂ.
നോക്കാം നമുക്ക്. അതിൽ ഞാൻ രണ്ട് കയ്യിലും വെച്ചിട്ടിരിക്കും. അപ്പോൾ ഈ ഒരു പരുവത്തിലാവുമ്പോഴാണ് നമ്മൾ നമ്മുടെ കയ്യിൽ വെക്കണം. അപ്പോൾ ഞാൻ ഇത് നമ്മുടെ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഈ പാത്രത്തിനകത്ത് ഇട്ടിട്ട് നമുക്ക് കഴുകി വെക്കണം. ഓക്കെ, ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ അമ്മയുടെ നല്ല അടി കിട്ടും. ഓക്കെ, സ്പൂൺ എടുക്കല്ല, കൈയൊക്കെ ഒരുമാതിരിയാവും. ഓക്കെ, അപ്പൊ ഗായ്സ് ദാ നമ്മുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു എന്താ പറയാ മൈലാഞ്ചി അരച്ചത്. അപ്പൊ നമുക്ക് നമ്മുടെ ഈ മൃദുലമായ കൈകളിൽ നമുക്ക് ഇടുന്നതാണ്. കൈയൊക്കെ നനഞ്ഞു. ഈ ഒരു മൃദുലമായ കൈകളിൽ നമ്മൾ അത് ഇടുന്നതാണ്. അപ്പൊ നിങ്ങളും ഇതുപോലെ ഇട്ടിട്ടുണ്ടോ, അത് നിങ്ങൾ കോണാണോ യൂസ് ചെയ്യുന്നുള്ള കമന്റിൽ അറിയിക്കുക. ഓക്കെ, നിങ്ങൾ മറക്കരുത് കമന്റിൽ അറിയിക്കാൻ. അപ്പം ഞാൻ തൊപ്പി ഒന്ന് വയ്ക്കുന്നില്ല, ഒരു വെറും ഒരു വട്ടം വെക്കാനും. ബട്ട് ഒരുപാട് ഇതിനകത്ത് നമുക്ക് റെഡിയാക്കാം. നമുക്ക് നോക്കാം. എന്റെ ഫോണിന്റെ ചാർജ് തന്നെ, അപ്പൊ ഇത് വെച്ചിട്ട് ഞാൻ ചാർജ് ഇട്ടേക്കാന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് കാണാം. ഇന്നൊക്കെ ഞാനൊരു താജ്മഹൽ പണിയും രണ്ട് കയ്യിൽ വെക്കാൻ. അപ്പൊ നമുക്ക് നോക്കാം. ഓക്കെ, സോ ഗായ്സ് നമ്മളിവിടെ മറ്റേ ഡബിൾ ഒക്കുപ്പൻസി, അപ്പൊ ആ ഒരു മൂവി കാണാൻ നമ്മളിവിടെ ഒരു ഡബിൾ ഒക്കുപ്പൻസി മൂവി ഇട്ടിരിക്കുകയാണ്. എന്ത് വെച്ച് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ മൈലാഞ്ചി ഇട്ടു, അത് ഉണങ്ങാൻ കുറച്ച് നേരം എടുക്കും. ഞാൻ ചാർജ് അപ്പൊ ചെയ്യാൻ വേണ്ടി വെക്കണ ടൈമിൽ എനിക്ക് എന്റർടൈൻമെന്റ് വേണം. അപ്പൊ ഞാൻ ഒതുങ്ങിയിരിക്കണമെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ മൂവി എന്തെങ്കിലും കണ്ടാൽ മാത്രം മിണ്ടാണ്ടിരിക്കുള്ളൂ. അപ്പൊ നമുക്ക് നമ്മുടെ ഡിസൈൻ ഇടാം. ഒരു ഡിസൈൻ വട്ടം ഇട്ടിട്ട് നിൽക്കും, അത്രയും. അതായിരിക്കും ഇപ്പൊ എന്റെ ഡിസൈൻ. അപ്പോൾ എൻ്റെ ചാർജ് ഇല്ല കൈസ്, അപ്പൊ ചാർജ് വെച്ചേക്കണം. അപ്പോൾ നമുക്ക് വീഡിയോ എടുത്തിട്ട് വേണം ചാർജ് ചെയ്ത്, എന്നിട്ട് എനിക്ക് ഫുള്ളായിട്ട് വേണം എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണണമല്ലോ. നാളെ നമ്മൾക്ക് ഞാൻ പോസ്റ്റ് ചെയ്യും. ഇങ്ങനെ ചെയ്യാണ്ട് വിട്ടിട്ട് എൻ്റെ കുറേ വ്ളോഗുകൾ ബെൻഡിങ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ അപ്പം ഇടും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് മാത്രമേ എനിക്ക് ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പോൾ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. വല്ല ചേഞ്ചസ് ഒക്കെ വരുത്താന്നുണ്ടെന്ന് അത് പറയുക. അപ്പം ഞാൻ മാറ്റം വരുത്തും. ഓക്കെ, അപ്പൊ നമ്മളത് എങ്ങനെ ഇടുന്നുള്ള ഞാൻ ഐഡിയ ഇല്ല. എൻ്റെ വീട്ടിലെ ബഡ്സ്, എൻ്റെ ഫേസ് ഒക്കെ എന്ന് വെച്ചാൽ നമ്മള് ലൈറ്റിന്റെ ഓപ്പോസിറ്റ് എല്ലാം നിൽക്കണം. ഇവിടെ ഇങ്ങനെ എടുക്കാം. എന്താ ഐഫോൺ തെറിച്ച് പോകും അമ്മേ. ഓക്കെ, ആ അപ്പൊ ഗായ്സ് എന്റെ വീട്ടിൽ കേക്കണ്ടോ. ഓക്കെ, എന്റെ വീട്ടില് ബഡ്സ് ഒന്നും യൂസ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് കുറെ പേര് ബഡ്സിലേക്ക് ഇങ്ങനെ വെക്കുന്നത്. പക്ഷെ എന്റെ വീട്ടിലെ ബഡ്സ് വെക്കാത്തോണ്ട് ഞാൻ എങ്ങനെ വെക്കും? ഞാൻ ഇപ്പൊ ഇതിൽ വട്ടമിട്ട് പറഞ്ഞാൽ എന്റെ ഈ കയ്യില് ചോപ്പാവും. നോക്കാം, സാരമില്ല. ഞാൻ അടുത്ത് വന്ന് കാണിക്കാം. എന്റെ അച്ഛൻ സെറ്റിയിലിരുന്നിട്ട് മൈലാഞ്ചി വെച്ചു. സെത്താൻ ശിവനാണ്ടി. എല്ലാവർക്കും ഒരു സംശയം എന്താ വെച്ചാൽ ഞാൻ അങ്ങനെ സംസാരിക്കത്തില്ല. ഇപ്പൊ ഞാൻ വ്ളോഗ് എടുക്കുന്നതുകൊണ്ട് എനിക്ക് നല്ല ഉപകാരം എന്താ വെച്ചാൽ നന്നായി സംസാരിക്കണം എന്നുള്ളത്. അത്യാവശ്യം നന്നായി സംസാരിക്കും. പക്ഷേ എൻ്റെ ഒരു എന്താ പറയാ, നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരോട് മാത്രമേ സംസാരിക്കത്തുള്ളൂ. അപ്പൊ ഞാൻ ഇങ്ങനെ വ്ളോഗ് കാണുമ്പോൾ എല്ലാവരും അത്ഭുതത്തോടെ നോക്കുക, അതൊന്നും സംസാരിക്കണം എന്നുള്ള രീതിക്ക് നോക്കുക. പക്ഷെ നമ്മൾ സംസാരിക്കും. ബട്ട് ഇപ്പോൾ കുറച്ചും കൂടെ എല്ലാവരോടും ഓപ്പൺ അപ്പായിട്ട് സംസാരിക്കാൻ തുടങ്ങി. നടുവിൽ മാത്രം വെച്ചാൽ മതി, ചുറ്റും വെക്കണം. ചുറ്റും ചുറ്റും വെക്കണ്ട, തൊപ്പി മാത്രം ഇടാതൊന്നും. തൊപ്പി എനിക്കൊരു ഐഡിയ ഇല്ല ഗായ്സ് എന്താ ചെയ്യുന്നുള്ളത്. കുഞ്ഞു ഒക്കെ വെച്ചാലോ? ഇത് ബഡ്സ് ഒക്കെ ആണോ കറക്റ്റ് ആയിരുന്നു. ഓക്കെ, നമുക്ക് തൊപ്പി എന്തായാലും ഇടാം. ഈ ഭാഗത്ത് മാത്രം തൊപ്പിയിടാം. ബിക്കോസ് നമ്മള് ഈ എന്താ പറയാ, നമ്മള് എന്താ പറയാ, ഓക്കെ, കടിക്കടിക്കാൻ മറന്നു പോകും. ഓക്കെ, നമ്മള്
ഇപ്പോൾ ജീൻസ് ഒക്കെ ഉപയോഗിക്കണ ഇടുമ്പോൾ നമുക്ക് ഈ ഒരു എന്താ പറയാ, ഈ മൈലാഞ്ചി ഇടുമ്പോൾ എനിക്ക് അതുകൊണ്ടാണ് ഒരു ഷൈനസ് പോലെ എനിക്ക് ഫീൽ ആവുന്നത്. പക്ഷെ എല്ലാവർക്കും അറിയും. നിങ്ങളിങ്ങനെ, ഞാൻ പണ്ടൊക്കെ എൻ്റെ അമ്മ അങ്ങനെ ബോക്സിങ് ചെയ്യാനുള്ള പോലെ പൊതിയൊക്കെ കെട്ടിത്തരും. ബട്ട് ഇപ്പൊ ആരങ്ങനെ എന്റെ ചീത്ത പറയും, ബെഡിൽ വെച്ച് പറഞ്ഞു. എന്റെ അച്ഛൻ മാത്രം എന്നെ കണ്ടു ചീത്ത പറഞ്ഞ കൊല്ലും. കാരണം വെച്ച് പറഞ്ഞാൽ എന്റെ ഇതൊന്നും വൈറ്റ് കളറാണ്. അച്ഛനെ പറഞ്ഞിട്ടും കാര്യമില്ല. എന്തെങ്കിലും ആയി പറഞ്ഞാ അത് അങ്ങനെ കറ പോലെ നിൽക്കും. എനിക്ക് അത് മാത്രം ഒരു പേടിയുള്ളൂ. അച്ഛൻ വന്ന് സീനാക്കി വിടും. കുറെ പേര് അച്ഛന്റെ ഡാൻസ് കണ്ടിട്ട് ഷോക്ക് ആയിട്ട് കുറെ പേര്, എത്ര പേര് പറയാ എന്റെ, ഞാൻ ഇത് പിന്നെ ഇത് കാട്ടാം. അപ്പൊ എല്ലാരും ഈ വീഡിയോ വ്ളോഗ് കാണുന്നതിന്റെ കൂടെ തന്നെ അതിന്റെ അച്ഛന്റെ ആ ഒരു ഡാൻസും കൂടെ കാണാം. എല്ലാവർക്കും നല്ല ഷോക്കായി. ഞാൻ വീഡിയോ ഇട്ട സമയത്ത് എന്നെ എത്ര പേരോ വിളിച്ചിട്ടായാലും മെസ്സേജ് അയച്ചിട്ട് അച്ഛനാവട്ടെ ചോദിച്ചത് കൊറേ പേര്. അപ്പൊ എന്റെ ഡാഡി കൂളാണ്, ബട്ട് സംടൈംസ് ആളങ്ങോട്ടങ്ങ് ഇതാവും. ഇതാ ഇപ്പോഴേ എന്റെ കൈ ചുവന്നു. അയ്യോ, ഞാൻ ഉദ്ദേശിച്ചത് പേരില്ലേ. ഇത് നിറയായി. ഇനിയിപ്പോ അച്ഛന് വെച്ചു കൊടുക്കാൻ പറ്റും. അച്ഛന് വെക്കത്തില്ല, എന്നൊന്നും അച്ഛൻ വെക്കില്ല. അമ്മ എന്ത് ചെയ്യും, വേറെ വഴിയില്ലല്ലോ. അയ്യയ്യാ. സോ ഗായ്സ്, നമ്മളുടെ മെഹന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മൈലാഞ്ചി. ഇപ്പോഴേ കൈ കഴിയട്ടെ. നന്നായിട്ടുണ്ടോ, കറക്റ്റ് റൗണ്ട് ഒന്നും വന്നില്ല തോന്നുന്നു. ബട്ട് അങ്ങനെ ഒരു ഏകദേശം നമ്മളൊരു വിധത്തിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഇത് കുറച്ച് എന്താ പറയാ റെസ്റ്റ് ചെയ്യണം. ഓക്കെ, റെസ്റ്റ് ചെയ്ത് പഠിപ്പിക്കാൻ വേണ്ടി വെക്കണം. ഞാൻ ചാർജ് എത്തിക്കാൻ പോകാണ്. അപ്പൊ ഞാൻ ഉണങ്ങി കഴിഞ്ഞ് കഴുകാൻ പോകുന്ന ടൈമിൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ബൈ. നമുക്ക് കാണിച്ചു തരാം. ഹായ്. അപ്പൊ ഇതാണ് നമ്മളുടെ ഇപ്പോഴത്തെ എന്താ അവസ്ഥ എന്ന് പറയുന്നത്. എന്നോട് സിനിമ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കുറെ നേരം ഇത് വെച്ചുകൊണ്ടിരുന്നു, ഒരു 1/2 മണിക്കൂർ വെച്ചു തോന്നും. അപ്പൊ നമുക്ക് ഒരു 10 മിനിറ്റ് കൂടെ വെച്ചിട്ട് നമുക്ക് കഴുകിക്കളയാം. ഓക്കെ, നമുക്കിത് കഴുകിട്ട് എന്റെ കൈയൊക്കെ ഒരുപാട് വേദനിക്കുന്നു. അപ്പൊ നമുക്ക് ഇതൊന്നും കഴുകിട്ട് വന്നിട്ട് ഞാൻ കാണിച്ചു തരാം. സോ ഗായ്സ്, നമ്മളുടെ മൈലാഞ്ചി ഇതാണ്. ഇപ്പൊ സപ്പോസ് നമ്മൾ രാവിലെ എണീക്കുന്ന സമയത്ത് ഇതിനേക്കാളും കുറച്ചും കൂടെ ഡാർക്കാണ് ആവും. അപ്പോ എന്റെ അമ്മന്റെ കാണിച്ചത്, അമ്മ ഫുള്ള് ലക്കശപ്പിച്ചാണെങ്കിലും ഫുള്ള് അമ്മ വെച്ചിട്ടുണ്ട്. ബട്ട് ഞാൻ ഇത്രേ വെച്ചിട്ടുള്ളൂ. ഇത് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഓറഞ്ച് കളറായിരിക്കും. രാവിലെ നമ്മൾക്ക് കുറച്ച് നല്ല കളർ ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഉണ്ടാവും. അപ്പൊ അമ്മനെ കൂടെ കാണിച്ചത്. ഓക്കെ, അപ്പൊ ഇതാണ് സംക്രാന്തിന്റെ തലേദിവസത്തെ വ്ളോഗ്. അപ്പൊ മസ്റ്റ് ആയിട്ട് വാച്ച് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നാളെ നമ്മുടെ സംക്രാന്തിക്ക് എന്തൊക്കെ ചെയ്യുന്നുള്ളത് ഞാൻ വീഡിയോയിൽ ഇടാം. അപ്പൊ മസ്റ്റ് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഫ്രണ്ട്സിന്റെ ഒക്കെ ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നല്ല കമന്റ്സ് ഇടുക, വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യാം. അപ്പൊ അടുത്ത വീഡിയോ ഒക്കെ ബൈ. സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് നാളെ വീഡിയോ ആയിട്ട് വരാം. ഓക്കെ.